വയലിൻ വായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിച്ചിരിക്കരുതെന്ന് ബാലു ആഗ്രഹിച്ചിരുന്നതായി ഭാര്യ ലക്ഷ്മി. അസുഖബാധിതനായി കിടപ്പിലായി പോകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടതും ആ ചിന്ത തന്നോട് പങ്കുവച്ചിട്ടുണ്ടെന്നും ലക്ഷ്മി വെളിപ്പെടുത്തി. മരണത്തിൽ ഒരുപക്ഷെ ബാലു ആഹ്ലാദിച്ചിട്ടുണ്ടാകുമെന്ന് ലക്ഷ്മി പറഞ്ഞു. ഒരു സോഷ്യൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം വ്യക്തമാക്കിയത്. സംഗീതം ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാകരുതെന്ന് ബാലു ആഗ്രഹിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപകടശേഷം ഞാൻ ബാലുവിനെ കണ്ടിട്ടില്ല. കണ്ടവരൊക്കെ പറഞ്ഞത് ഒരിക്കലും വയലിൻ വായിക്കാൻ പറ്റുന്ന ശാരീരിക അവസ്ഥയായിരുന്നില്ല അദ്ദേഹത്തിന് എന്നായിരുന്നു. അങ്ങനെയൊരു അവസ്ഥയിൽ ജീവിക്കേണ്ടെന്ന് ബാലു ആഗ്രഹിച്ചിരിക്കാം. ഏത് അവസ്ഥയിലാണെങ്കിലും ജീവനോടെ ഇരുന്നാൽ മതിയെന്നായിരുന്നു എൻ്റെ സ്വാർത്ഥമായ ചിന്ത. ബാലഭാസ്കർ എന്ന സംഗീതജ്ഞൻ ആഹ്ലാദിക്കും. അങ്ങനെയൊരു അവസ്ഥയിൽ കിടക്കേണ്ടി വന്നില്ലല്ലോ എന്നോർത്ത് ബാലുവിനും സംഗീതം അത്രത്തോളം പ്രണയമായിരുന്നു. അസുഖബാധിതനായി കിടക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ബാലു ആലോചിച്ചിരുന്നു, പേടിച്ചിരുന്നു. അങ്ങനെയൊരു ചിന്ത എന്തുകൊണ്ടാണ് മനസ്സിൽ വന്നതെന്ന് അറിയില്ല. സ്പോണ്ടിലൈറ്റിസിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നിട്ട് അദ്ദേഹത്തിന് കുറച്ചുനാൾ വയലിൻ വായിക്കാൻ സാധിച്ചില്ല. ചികിത്സയിലൂടെ അത് മാറ്റിയെടുക്കുകയും ചെയ്തു. പക്ഷേ ആ അവസ്ഥ അദ്ദേഹത്തെ പലവിധ ചിന്തകളിലേക്കും നയിച്ചു. എന്തെങ്കിലും ഒരു അസുഖബാധിതനായി ഞാൻ കിടന്നു പോകും, എനിക്ക് വയലിൻ വായിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാകും എന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനാകെ തളർന്നുപോയി. എൻ്റെ വേദന മനസ്സിലാക്കിയതുകൊണ്ട് പിന്നീടൊരിക്കലും അങ്ങനെ എന്നോട് പറഞ്ഞില്ല. പക്ഷേ ആ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതോർത്ത് ഭയപ്പെടുകയും ചെയ്തു. വയലിൻ വായിക്കാൻ പറ്റാത്ത ഒരു ജീവിതം അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. വയലിൻ വായിക്കണമെന്ന് മാത്രമാണ് ബാലു ആഗ്രഹിച്ചത്. അതിനു വലിയ പ്രതിഫലം വേണമെന്നൊന്നും ചിന്തിച്ചില്ല. വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാലും മതി. തൃപ്തികരമായ ഒരു പ്രാക്ടീസും ശേഷം വളരെ സന്തോഷവാനായി അദ്ദേഹം പുറത്തു വരാറുണ്ട്. അതേസമയം എത്ര വലിയ പ്രതിഫലം കിട്ടുന്ന വേദിയാണെങ്കിലും സംതൃപ്തിയില്ലാത്ത ഒരു ഷോ ആണ് അവതരിപ്പിക്കേണ്ടി വന്നതെങ്കിൽ മൂഡ് ഓഫ് ആയിരിക്കും. ഒരു കലാകാരൻ്റെ സംതൃപ്തി, അത് മാത്രമാണ് ബാലു ആഗ്രഹിച്ചത്. അല്ലാതെ വലിയ വേദികളോ പ്രതിഫലമോ ഒന്നും അദ്ദേഹത്തിന് പ്രധാനമായിരുന്നില്ല. ലക്ഷ്മി പറഞ്ഞതിങ്ങനെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.